என் பேர் மகாராஜா சார். கேட்குறதுல சலூன் கடை வச்சிருக்கேன் சார். வீட்டில் இந்த லட்சுமி திருட்டு போச்சு, எஃப்ஐஆர் போடலான்னு வந்தேன் സാർ. വിജയ് സേതുപതിയുടെ ഒരു സിനിമ ഇറങ്ങി, വല്ല അറിഞ്ഞാ? ആ സിനിമ ഓ പിന്നല്ലാണ്ട് ഇത് കാണാൻ പോണില്ലേ? വലിയ വിജയ് സേതുപതി ഫാനല്ലേ? എനിക്ക് പോലും മനസ്സിലാവുന്ന സിനിമ ഇറങ്ങി. ആ പടം ഇറങ്ങി, മഹാരാജ എന്ന് പറഞ്ഞു, കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടോക്ക്. സാധാരണ വിജയ് സേതുപതി അറിയാമല്ലോ, കുറച്ച് നല്ല സിനിമ അഭിനയിക്കും, പിന്നെ ഇടയ്ക്ക് ഒരു 10 സിനിമ കൂറ സിനിമ അഭിനയിക്കും. ഇത് വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാണ്ട് ഇറക്കിയതാണ്. സോ അതുകൊണ്ട് ഇപ്പൊ കൊള്ളാന്നൊക്കെ പറയണം, നല്ല റിവ്യൂ ഉണ്ട്. എന്തായാലും ഫാൻ ആയിപ്പോയില്ലേ, കണ്ടല്ലോ, കണ്ടിട്ട് നോക്കാം. பொண்ணும் இல்ல பொண்டாட்டியும் இல்ல அக்கா தங்கச்சி இல்லைன்ற அப்போ லட்சுமின்றது யாரியா? சார் லட்சுமி சார். லட்சுமி சார். லட்சுமியா? ഹലോ ഇവൻസേ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മഹാരാജ. വിജയ് സേതുപതിയുടെ ഒരു ഫാന്റാസ്റ്റിക് കിഡിലം ത്രില്ലർ ആയിട്ടുള്ള കിഡിലെ ഒരു മൂവിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് മൂവിയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റ്, തുടക്കം മുതൽ ലാസ്റ്റ് വരെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഞാനിത് ക്ലൈമാക്സ് ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയും. പക്ഷെ നമ്മൾ ഓരോ ഇത് കണ്ടുവരുമ്പോൾ ഭയങ്കര പുതുമയും ഭയങ്കര കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര എടുത്ത് പറയേണ്ടത് അതിലുള്ള അഭിനയം, ആക്ടിങ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേർവ് ദിസ് മൂവി. വിജയ് സേതുപതി ഡിസേർവ് ചെയ്യുന്നു, അത്രയ്ക്ക് നല്ല ആക്ടിങ് ആണ് ഈ മൂവിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് പറയുന്നത് ആക്ച്വലി ഒരു ചെറിയൊരു എന്താ പറയണ്ട, ചെറിയൊരു സ്റ്റോറിയാണ് ഈ മൂവിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ഒരു സ്റ്റോറിയുടെ കൊണ്ടുപോകുന്ന രീതി, ആ സ്ക്രീൻ പ്ലേയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഒരു സിമ്പിൾ ഒരു സ്റ്റോറി ലൈനാണ്. ലൈക്ക് എന്താ പറയണ്ട, ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കുപ്പത്തെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താവുന്നു എന്നുള്ളതാണ് ഈ മൂവി പറയുന്നത്. നമുക്ക് ട്രെയിലർ കണ്ട് തീരുമ്പോൾ മനസ്സിലാവും ഒരു മാസ് മസാല മൂവി, അല്ലെങ്കിൽ ഒരു ഫുള്ളി ആക്ഷൻസ് മസാല ആയിട്ടുള്ള അങ്ങനത്തെ കുറേ നോർമൽ തമിഴ് ചിത്രം പോലെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ മൂവിയിലേക്ക് ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് ഈ മൂവിയിലേക്ക് നമുക്ക് തരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവെല്ലിന് മുമ്പ് വരുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവി ഫുള്ള് ഒരു മസാല അല്ലെങ്കിൽ ആക്ഷൻ എന്നുള്ളത് മാത്രമല്ല, കുറേ അധികം നമുക്ക് കൈയടിക്കാനും നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആവാനും കുറച്ചധികം സർപ്രൈസും കാര്യങ്ങളൊക്കെ ഈ മൂവിയിലുണ്ട്. സോ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ആ സ്ക്രീൻ പ്ലേ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഈ മൂവി കാണണം, അതും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം അത്രയധികം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സൈറ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ എടുക്കാനും ഈ മൂവിയിലുണ്ട്. സോ വിജയ് സേതുപതിയുടെ നിന്ന് ഈ അടുത്തിടെ ഇറങ്ങിയതിൽ നല്ലൊരു ചിത്രം എന്ന് പറയുന്നത് ഈ മഹാരാജ എന്ന് പറയുന്ന ഒരു ചിത്രം പ്രതീക്ഷിക്കാം. ഈ റീസെന്റ് ഇറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി തമിഴ് സിനിമ അല്ലെങ്കിൽ വിജയ് സേതുപതി പെർഫോമൻസ് ആയിട്ടുള്ള ഫുൾ സിനിമ നമുക്ക് കണ്ടിറങ്ങാം. സോ ഇറ്റ്സ് എ നൈസ് മൂവി. തിയേറ്ററിൽ പോയി തന്നെ കാണണം, അത്രയ്ക്കധികം ഉണ്ട് ഈ മൂവിയിൽ കാണാൻ.